ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓഫീസിൽ പോകുന്നവർക്കും കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്കും ഒരു ബോൾഡ് ലുക്ക് തരുന്ന ഒരു അടിപൊളി ബൺ ഹെയർ സ്റ്റൈലായിട്ടാണ്. ഈ ബണ്ണ് കെട്ടാനായിട്ട് വെറും ഒരേ ഒരു ഹെയർ ബാൻഡ് മാത്രം മതി. സാധാരണ ബണ്ണോ മറ്റു യൂപ്പിന്നോ ഒന്നുമില്ലാതെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഈ ബണ്ണ് കെട്ടുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്കതിനാവശ്യം ഒരു വാസ്ലിൻ വേണം, പിന്നെ ഒരു ചെറിയൊരു ഹെയർ ബാൻഡ് വേണം. വാസ്ലിൻ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരല്പം വാസ്ലിൻ എടുക്കുക. ഇതെടുക്കുന്നത് നമ്മളുടെ മുടി പെർഫെക്റ്റ് ആയിട്ടിരിക്കാനാണ്. ഒരു ബേബി ഹെയർ പോലും പുറത്തേക്ക് ചാടി നിൽക്കാതെ മുടി നല്ല ഭംഗിയിൽ ഒതുങ്ങി നിൽക്കാനാണ് നമ്മൾ ഈ വാസ്ലിൻ ഉപയോഗിക്കുന്നത്. അതിനുശേഷം വാസ്ലിൻ എല്ലായിടത്തും തേച്ച ശേഷം മുടി കുമ്പിട്ട് നിന്ന് ചീർപ്പ് ഉപയോഗിച്ച് നല്ല ഭംഗിയിൽ ഒരു പോണി ടെയിൽ കെട്ടുന്ന പോലെ ഉയരത്തിൽ കെട്ടിയെടുക്കുക. അതിനുശേഷം നമ്മുടെ രണ്ട് നടുവിരലിൻ്റെ നടുവിലൂടെ 2 തവണ മുടി ചുറ്റിയ ശേഷം ആ നടുവിരലിൻ്റെ ഉള്ളിൽ കൂടി തന്നെ മുടി വലിച്ചെടുക്കുക. ഇതുപോലെ വലിച്ച് ടൈറ്റാക്കുക. കണ്ടില്ലേ, വാസ്ലിൻ കിട്ടിയതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് കണ്ടില്ലേ മുടി. കണ്ട, ഇതുപോലെ ഇരിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ ഹെയർ ബാൻഡ് കയ്യിലെടുത്തിട്ട് അറ്റം വന്ന വാൽത്തുമ്പില്ലേ അതൊന്ന് ചുറ്റി കൊടുത്തിട്ട് അതിൻ്റെ മീതെ ഈ ഹെയർ ബാൻഡ് ഉപയോഗിച്ച് 2 പ്രാവശ്യം ചുറ്റി മുറുക്കി കെട്ടുക. ഇങ്ങനെ ഈ ഹെയർ സ്റ്റൈല് 48 എന്നല്ല 72 അവേഴ്സ് വരെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കും. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും നെറുകയിലല്ല, നമ്മുടെ ഉച്ചയുടെയൊക്കെ ഒരു ഭാഗത്തായിട്ട് വേണം ഇത് കെട്ടാനായിട്ട്. അതിനുശേഷം നോക്കുക, എന്താ ഭംഗി, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. അതിനുശേഷം ഇനിയൊരു കണ്ണടയൊക്കെ വെച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാനിപ്പോൾ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്റ്റൈലിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈൽ ഡ്രസ്സ് എന്തുമാകാം, ഏത് ഡ്രസ്സിൻ്റെ കൂടെയും ഇത് മാച്ച് ആകുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ബണ്ണിൻ്റെ ഹെയർ സ്റ്റൈല്. ഇത് ഇത്ര സിമ്പിളായിട്ട് എങ്ങനെ കെട്ടാമെന്നാണ് നിങ്ങൾ കാണിച്ചു തന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക.